തോബീത്ത് 13-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം. പാപികളെ പിന്തിരിയുവിൻ, അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യില്ല എന്ന് ആര് അറിഞ്ഞു? 12-ാമത്തെ അധ്യായത്തിൻ്റെ ഇതിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് 10-ാം തിരുവചനം 12:10. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ഇവിടെ ദൈവം ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്, എൻ്റെ ശത്രു അവരാണ്, ഇവരാണ്, എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, അയൽവക്കക്കാരാണ്, ബന്ധുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരെയും കുറ്റം പറയുന്നുണ്ട്. ഇവിടെ തിരുവചനം പറയുന്നത് പാപം ചെയ്യുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവൻ്റെ ശത്രു അവൻ തന്നെയാണ്. സ്വന്തം ജീവൻ്റെ ശത്രു നമ്മുടെ പ്രവൃത്തികളാണ്. അപ്പോൾ വേറെ ആരിലേക്കും നമ്മളുടെ കണ്ണുകൾ പോകണ്ട, നമ്മളിലേക്ക് തന്നെ നോക്കുക. കാരണം പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണെന്ന് തിരുവചനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി നമ്മളിലേക്ക് തന്നെ ഒന്ന് ഒതുങ്ങി നമ്മുടെ പ്രവൃത്തികളെയൊക്കെ ഒന്ന് കണ്ട് പറ്റുന്നതുപോലെയൊക്കെ ഒന്ന് വിശുദ്ധിയായിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക. ആരും നീതിമാനില്ലെന്നല്ലേ ദൈവം പറഞ്ഞേക്കണേ. എല്ലാവരും പാപം ചെയ്ത് ഒന്നുപോലെ പിഴച്ചു പോയിരിക്കുന്ന പറഞ്ഞു. അപ്പം ആരും ഇല്ലാന്ന് തിരുമുമ്പിൽ ദൈവത്തിനറിയാം. പക്ഷേ പാപം ചെയ്ത് അനുദപിക്കുന്നവനെ ദൈവം സ്വീകരിക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പാപങ്ങളെ ഒന്ന് ഓർത്ത് ദൈവത്തിലേക്കൊന്ന് നോക്കിയാൽ ഒരു പക്ഷേ ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മൾക്കും രക്ഷ കിട്ടും. അതാണല്ലോ ദൈവവചനം മുഴുവനും പറയുന്നത്. പാപം ചെയ്താൽ മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യം പ്രാപിപ്പാനാണ് പറയുന്നത്. അപ്പോൾ പാപം ചെയ്ത് അവിടെ തന്നെ കിടന്ന് വീണ്ടും വീണ്ടും പാപം ചെയ്ത് നശിക്കാനല്ല പറഞ്ഞേക്കണേ. പാപം ചെയ്യുന്നവൻ തൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്വർഗത്തിന് അവകാശികളാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.